വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓ മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു ഓണപ്പരിപാടിക്ക് പോവുകയാണ്. പരിപാടി എവിടെ അമ്മ? ഇന്നത്തെ ഓണപ്പരിപാടി റിട്രീറ്റ് സെൻറ്ററിലാണ്. പ്രാണയോഗയുടെ ഓണപ്പരിപാടിയാണ് നമ്മളിന്ന് പങ്കെടുക്കാൻ പോകുന്നത്. രാവിലെ 10 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓണസദ്യയോടുകൂടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ തന്നെ നല്ല മഴയാണ് ഗൈസ്. നമ്മൾ ഓണപ്പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. നല്ല അടിപൊളി സ്ഥലമാണ്, മഴയും കൂടെ പെയ്യുന്നുണ്ട്, നല്ല രസമാണ് കാണാൻ. 10 മണിക്കായിരുന്നു പരിപാടി തുടങ്ങേണ്ടിയിരുന്നേ, പക്ഷെ മഴ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ അവിടെ നിൽക്കണ്ടല്ലോ എന്ന് വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. തൊട്ടടുത്ത് ആറൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു റിസോർട്ട് പോലാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പം ആറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഇങ്ങനെ വീഡിയോയും മഴയൊക്കെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു. വീഡിയോയും ഫോട്ടോയൊക്കെ നല്ലതായിട്ട് എടുക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു ഗൈസ്. ഇതാണ് അപ്പാടെ ഔട്ട്ഫിറ്റ്. ഇത് നമ്മളിങ്ങനെ ഷർട്ട് മേടിച്ചിട്ട് വേറെ ഇടത്തുനിന്ന് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യിച്ചാണ്. നല്ല രസമുണ്ട്. ഈ ബ്ലൂവിൻ്റെ കൂടെ നല്ല മാച്ചിങ് ആണ്. ഇവിടെ ഒരാളുണ്ട് മസിൽ പിടിച്ചിരിക്കുക. വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ 10:30 കഴിഞ്ഞപ്പോഴത്തേക്കിനും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടും സംസാരിച്ചും ഒക്കെ ഇരുന്നു. എല്ലാവരും ഇതിൽ പലരും ആദ്യമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണുന്നത്. എല്ലാവരും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. ഇത് പല സ്ഥലത്തു നിന്നും യോഗ പഠിക്കുന്ന ആൾക്കാരായ എല്ലാവരോടും ഒരുമിച്ചൊരു സ്ഥലത്ത് ഉള്ളൊരു ഓണപ്പരിപാടിയായിരുന്നു. ഓണപ്പരിപാടി എന്ന് പറയാൻ പറ്റത്തില്ലൊരു ഗെറ്റ് ടുഗെദർ പോലായിരുന്നു. കാരണം ഇവരെ എല്ലാവരെയും ഒരു സാറാണ് പഠിപ്പിക്കുന്നതെങ്കിലും എല്ലാവരും പല പല സ്ഥലത്താണ് യോഗ പഠിക്കുന്നത്. അപ്പം 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും പരിപാടി ഒക്കെ തുടങ്ങി. കുറച്ച് പ്രസംഗവും പിന്നെ പണ്ടത്തെ അവരുടെ ഓണം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒക്കെ ഒരു ഇത് ഉണ്ടായിരുന്നു. പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് കലാപരിപാടികളൊക്കെ തുടങ്ങി. പാട്ടും ഡാൻസും, കുറേ പേര് പാട്ടൊക്കെ പാടി, കുറേ അങ്കിളും ആൻറ്റിമാരൊക്കെ പാട്ടൊക്കെ പാടി. ഒരു ചേച്ചി നല്ല പാട്ടൊക്കെ പാടി. പിന്നെ എൻ്റെ അമ്മ പാട്ട് പാടി. പിന്നെ അവസാനം ഒരു കൈകൊട്ടി കളിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇവരുടെ യോഗ സാറിൻ്റെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. 2-3 കലാപരിപാടികളുണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല രസമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു പരിപാടിയൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ലാസ്റ്റിലത്തെ പരിപാടി. ഒരു ഗ്രൂപ്പിൻ്റെ കൈകൊട്ടി കളിയായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പരിപാടി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടിയായ സദ്യയിലേക്ക് നമ്മൾ കടന്നു. അടിപൊളി ചോറും പരിപ്പും സാമ്പാറും അവിയലും കുറേ സൈഡ് കറികളും. ഇതിലെൻ്റെ ഫേവറേറ്റ് പൈനാപ്പിൾ പച്ചടിയായിരുന്നേ. അടിപൊളി സദ്യയായിരുന്നു. പിന്നെ ഇതിലെൻ്റെ അടുത്ത ഫേവറേറ്റ് പായസമായിരുന്നു, അടപ്രഥമൻ. അപ്പോൾ അടിപൊളി സദ്യയൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് ആറിൻ്റെ വീഡിയോയും പിന്നെ പരിപാടി നടന്ന സ്ഥലത്തെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നു. അടിപൊളിയായിരുന്നു ഓണപ്പരിപാടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഓണമൊക്കെ എവിടെ ആയി എന്ന് കമൻറ്റ് ചെയ്യുക. സോ ബൈ, ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ. ബൈ ബൈ.